നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ തോക്കും കത്തിയുമെടുത്ത് കൊല്ലും കൊലയും നടത്തുന്ന മലയാളി. കണ്ണൂർ കൈതപ്പുറത്തുണ്ടായ ഒരു കൊലപാതക കേസിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നും. ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണനാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. രാധാകൃഷ്ണന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. കേസിൽ പെരുമ്പടപ്പ് സ്വദേശി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിർമ്മാണ കരാറുകാരനാണ് പ്രതിയായ സന്തോഷ്. കൊലപാതക കാരണം വ്യക്തമല്ല. നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട തർക്കമാകാം സംഭവത്തിന് പിന്നിലെന്നാണ് സൂചന. ടോമെ, വൈകിട്ട് 7 മണിയോടെയാണ് കണ്ണൂർ കൈതപ്പുറത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളുടെ നിർമ്മാണം നടക്കുന്ന വീട്ടിലായിരുന്നു ഈ കൊലപാതകം നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പെരുമ്പടവ് സ്വദേശി സന്തോഷ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ സംഭവം നടന്ന സ്ഥലത്തിന് സമീപം വോളിബോൾ കളിക്കുകയായിരുന്ന പ്രദേശവാസികളാണ് വിവരം പോലീസിനെ അറിയിച്ചതും. തുടർന്ന് പോലീസ് എത്തിയപ്പോഴേക്കും പെരുമ്പടവ് സ്വദേശിയായ ഈ സന്തോഷ് നിർമ്മാണം നടക്കുന്ന ഈ രാധാകൃഷ്ണന്റെ വീടിന്റെ ഉമ്മറത്ത് ഇരിക്കുകയായിരുന്നു. എന്നാൽ ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ തമ്മിൽ നേരത്തെ തന്നെ തർക്കമുണ്ടായതായും ഒരു വിവരമുണ്ട്. ഏതായാലും സംഭവ സ്ഥലത്തു നിന്ന് തന്നെ ഇയാൾ കുറ്റം സമ്മതിച്ചതായാണ് നാട്ടുകാരും പറയുന്നത്. താൻ എല്ലാം പറയാമെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ പിടികൂടുമ്പോൾ പറയുന്നുണ്ടായിരുന്നത്. എന്തായാലും കാട്ടുപന്നി ശല്യത്തിനുള്ള റെസ്ക്യൂ ടീം അംഗം കൂടിയാണ് ഈ സന്തോഷ് എന്ന് പറയുന്നത്. ഇയാളുടെ കൈവശം സ്വന്തമായി തോക്ക് ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഏതായാലും ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഈ രാധാകൃഷ്ണനെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ടുള്ള പോസ്റ്റ് ഇട്ടതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ അത്തരത്തിൽ പോസ്റ്റ് ഇട്ടതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പ്രതി ഇവിടെ എത്തിയെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ രാധാകൃഷ്ണന്റെ മൃതദേഹം കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. ടോം.